വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മില്ലറ്റ് ഇഡലിയെക്കുറിച്ച് ഞാനൊരു നല്ലൊരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേര് അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും നല്ല നല്ല കമൻറ്റ്സ് എന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു മില്ലറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്ന്. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ അതിനുവേണ്ടി സമയം ചിലവാക്കുകയാണ്. ഞാനിപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ആപ്റ്റായിട്ടൊരാളെ തന്നെ അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഡിസ്കഷൻ പോലെ നിങ്ങൾക്ക് മില്ലറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ? കാലമായി മില്ലറ്റ് മാത്രം പ്രധാന ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്നത്. അത് മറ്റാരുമല്ല, എൻ്റെ ഫാദറാണ്, മിസ്റ്റർ മാത്യൂസ്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ഈ ചാനലിലേക്ക് ക്ഷണിക്കുന്നു. പപ്പ എന്തുകൊണ്ടാണ് ഈ മില്ലറ്റ് ജീവിതത്തിന്റെ ഭാഗമാക്കിയത്? അതുകൊണ്ട് എന്ത് ഹെൽത്ത് ബെനിഫിറ്റ് ആണ് പപ്പയ്ക്ക് ഉണ്ടായത്? കഴിഞ്ഞ 40 വർഷമായി ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. ഡയബറ്റിക്കാരുടെ പ്രശ്നങ്ങളെ ചികിത്സയായിട്ട് അലോപ്പതി, ഹോമിയോപ്പതി എല്ലാ ചികിത്സകളും ഞാൻ നോക്കിയെങ്കിലും എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉള്ള ഒരു റിസൾട്ട് കിട്ടിയില്ല. ഞാൻ അവസാനം ഇൻസുലിൻ ഉപയോഗിക്കുകയും അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഡോക്ടർ കാദർവാലിയുടെ ഒരു വീഡിയോ കാണുന്നതിനും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിനും സാധിച്ചു. അങ്ങനെയാണ് ഞാൻ മില്ലറ്റിലേക്ക് വരാനിടയായത്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് മില്ലറ്റ് പപ്പ കഴിക്കുന്നുണ്ട്. അതിൽ അപ്പം ഡയബറ്റിക് ഇതിലെന്തെങ്കിലും ചേഞ്ചസ് പപ്പ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് ഹെൽത്ത് ബെനിഫിറ്റ് ആണ് അതിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്? എനിക്ക് ഇൻസുലിൻ ലെവല് 26 യൂണിറ്റാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാനത് 4 യൂണിറ്റ് വരെ എടുക്കുന്നു. എനിക്ക് മതിയാവും. ഒരു ടാബ്ലറ്റ്സുകളും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഹൈപ്പോഗ്ലൈസിമിയ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ഡയബറ്റിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായ ഹൈപ്പോഗ്ലൈസിമിയ, യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ എനിക്കുണ്ടാകുന്നില്ല. സാധാരണ ഒരു ആരോഗ്യവാനായ ഒരാളിനെ പോലെ തന്നെ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ലിമിറ്റേഷനുകളൊന്നുമില്ല. ഇഷ്ടം പോലുള്ള ഭക്ഷണം ഇഷ്ടം പോലെ എനിക്ക് ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ടുണ്ടായ അനുഭവം. ഓക്കെ, മില്ലറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ പപ്പയോട് ചോദിക്കുകയാണ്. എന്താണ് ഈ മില്ലറ്റ് എന്ന് പറയുന്നത്? മില്ലറ്റ്സുകൾ എന്ന് പറയുന്നത് മലയാളത്തിൽ ചെറുധാന്യങ്ങളാണ്. ഇത് ഏകദേശം 90ഓളം മില്ലറ്റ്സുകൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 5 മില്ലറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിനെ പോസിറ്റീവ് മില്ലറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ തുടങ്ങിയ ഒരു പുതിയ സംഗതിയല്ല. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിലുള്ള ആൾക്കാർ മില്ലറ്റ്സുകൾ ഉപയോഗിച്ചിരുന്നതായി തെളിവുണ്ട്. ഗോതമ്പും നെല്ലുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 180 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് എല്ലാവരും ലോകത്ത് മുഴുവനും ഈ മില്ലറ്റ്സുകളാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അടുത്തായിട്ട് എനിക്ക് അറിയാനുള്ളത്, ഈ മില്ലറ്റ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഏതൊക്കെ തരം രീതിയിലുണ്ട്? മില്ലറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കാർബോഹൈഡ്രേറ്റ് ഫൈബർ റേഷ്യോ 10 താഴെയുള്ള മില്ലറ്റ്സുകളെയാണ് പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് രോഗപ്രതിരോധ ശക്തിക്കും അസുഖങ്ങൾ റിവേഴ്സ് ചെയ്യുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പോസിറ്റീവ് മില്ലറ്റ്സ് ആണ്. പിന്നുള്ളത് ന്യൂട്രൽ മില്ലറ്റ്സ് ആണ്. അത് ഒരു ആരോഗ്യമുള്ള ഒരാളിനെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എന്നാൽ അസുഖങ്ങൾ റിവേഴ്സ് ആക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനുമായിട്ട് കൂടുതലായിട്ട് അത് സഹായിക്കത്തില്ല. അതുകൊണ്ട് അത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ്, റാഗി, പേൾ മില്ലറ്റ്, ഇങ്ങനെയുള്ള മില്ലറ്റ് ഇതെല്ലാം ന്യൂട്രൽ മില്ലറ്റുകളാണ്. ഫിംഗർ മില്ലറ്റ് ഉണ്ട്, ഇതെല്ലാം വരും ന്യൂട്രൽ ആയിട്ട് വരും അല്ലേ? ഓക്കെ. അടുത്തത് നെഗറ്റീവ് മില്ലറ്റ്സ് ആണ്. അതായത് റൈസ്, വീറ്റ് എന്നിവയാണ് പ്രധാനമായും നെഗറ്റീവ് മില്ലറ്റ്സിലുള്ളത്. അതാണ് നമ്മൾ സർവ്വസാധാരണമായി കഴിക്കുന്നത്. അതാണ് നമുക്ക് രോഗങ്ങൾ, ഡയബറ്റിക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ കാർബോഹൈഡ്രേറ്റും. പക്ഷേ ഫൈബർ ഇല്ല. അരിയിലാണെങ്കിൽ ഫൈബർ 0.2% ഉള്ളൂ. വീറ്റിലാണെങ്കിൽ 1.2% ഉണ്ട്. പക്ഷേ മില്ലറ്റ്സിലാണെങ്കിൽ 8 to 12% ആണ് ഈ പോസിറ്റീവ് മില്ലറ്റ്സിലുള്ളത് ഫൈബർ കണ്ടന്റ്. ശരി. അപ്പോൾ ഈ പോസിറ്റീവ് മില്ലറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? പോസിറ്റീവ് മില്ലറ്റ്സ് 5 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ശ്രീധന്യ എന്നാണ് അതിന് പറയുന്നത്. ശ്രീധാന്യ. ഈ പോസിറ്റീവ് മില്ലറ്റ്സ് 5 എണ്ണം ഉണ്ടെന്ന് പപ്പ പറഞ്ഞല്ലോ. അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയാണ് ഈ 5 മില്ലറ്റ്സ്? അതാണ് പ്രധാനമായിട്ട് നമ്മൾ കഴിക്കേണ്ടത് അല്ലേ, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, ഈ 5 മില്ലറ്റ്സ്. അതെ. ഫോക്സൈൽ മില്ലറ്റ്, അത് മലയാളത്തിൽ പറഞ്ഞാൽ തിന എന്നുള്ളതാണ്. അടുത്ത ലിറ്റിൽ മില്ലറ്റ്, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചാമ. അത് പഴയ കാലം മുതൽ തന്നെ ആൾക്കാർ ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ്. എൻ്റെ ചെറുപ്പം മുതലേ ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുമായിരുന്നു. അടുത്തത് കോഡോ മില്ലറ്റ്, മലയാളത്തിൽ പറഞ്ഞാൽ കൂവരക്.
ബെർണിയാഡ് മില്ലറ്റ്, മലയാളത്തിൽ പറഞ്ഞാൽ കവടപ്പില്ല. അഞ്ചാമത്തേതാണ് ബ്രൗൺ ടോപ്പ് എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിന് പ്രത്യേകമായ പേരൊന്നും തന്നെ ഇതുവരെ ഇല്ല. അപ്പം നമുക്ക് മനസ്സിലായി പോസിറ്റീവ് മില്ലറ്റ്സ് ആണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതെന്ന് അല്ലേ. അത് ഫോക്സ്ടെയിൽ മില്ലറ്റ്, കോഡോ മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ്, ബാർണിയാർഡ് മില്ലറ്റ് ആൻഡ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇതിലെ ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഉള്ള മില്ലറ്റ്സ് ആണ്. അതെ അല്ലേ? അതെ. അപ്പോൾ ഈ നെഗറ്റീവ് മില്ലറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് എന്താണ് ദൂഷ്യമുള്ളത്? ചോറും ഗോതമ്പും ഒക്കെ കഴിക്കുമ്പോൾ അതും ഇതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞുതരാമോ? ഈ റൈസിലുള്ള ഫൈബറിന്റെ റേഷ്യോ 0.2% ആണ്. അപ്പോൾ ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഡൈജസ്റ്റ് ആയിട്ട് ബ്ലഡില് ഷുഗറിന്റെ ലെവൽ ഏറ്റവും വരികയാവും. അങ്ങനെ ഷുഗർ ലെവല് പെട്ടെന്ന് തന്നെ ഫൈബർ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ രക്തത്തിൽ വന്നു കൂടുന്നതാണ് പ്രശ്നം. ഷുഗർ ഫ്ലക്ച്വേഷൻസ് വളരെ കൂടുതലാകുന്നു. അതിൻ്റെ വളരെ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. അതുതന്നെയല്ല 1-2 ഡൈജഷനും വളരെ നേരത്തെ ആകുന്നത് കൊണ്ട് 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഷുഗർ ലെവൽ താണു പോവുകയും ചെയ്യും. ഇതാണ് അരിയുടെ ഗോതമ്പിന്റെയും പ്രശ്നം. ഗോതമ്പില് ഗ്ലൂട്ടന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഇത് പാൻക്രിയാസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഗ്ലൂട്ടൻ. അതുകൊണ്ട് ഒരു കാലത്തും ഈ പാൻക്രിയാസിന് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകത്തില്ല ഷുഗർ ട്രീറ്റ്മെന്റിൽ, റിവേഴ്സ് ആകാനായിട്ട്. അപ്പൊ ഇത് ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് അല്ലേ? ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഓക്കെ. അപ്പൊ ആർക്ക് വേണേലും അത് കഴിക്കാം, കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുമോ? മില്ലറ്റ്സ് ഉള്ളത് ഈ ഫൈബർ ഇതിന്റെ പുറംചട്ടയിൽ മാത്രമല്ല, ഇതിന്റെ ഉള്ളിലും വേണം. റൈസില് ഇതിന്റെ പുറം മാത്രമേ ഉള്ളൂ. അത് പോളിഷ് ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇതിലാണെങ്കിൽ ഡൈജസ്റ്റ് ആകും തോറും ഇങ്ങനെ കാർബോഹൈഡ്രേറ്റും ഫൈബറും കൂടെ ആകുന്നുണ്ട് വളരെ സ്ലോലി മാത്രമേ 4-5 മണിക്കൂർ കൊണ്ട് മാത്രമേ ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഷുഗർ ലെവൽ കൂടുന്നത് തന്നെ വളരെ സ്ലോലിയേ കൂടത്തുള്ളൂ. ഒരു ബൂസ്റ്റ് പെട്ടെന്നൊരു ബൂസ്റ്റ് ഷുഗർ ലെവൽ ഉണ്ടാകത്തില്ല. അപ്പോൾ ഡയബറ്റിക്കാർക്ക് ഏറ്റവും വളരെ പ്രയോജനമുള്ള ഒരു സംഗതിയാണത്. ഈ ഡയബറ്റിക്കാർക്ക് മാത്രമേ ഈ മില്ലറ്റ്സ് കൊണ്ട് പ്രയോജനമുള്ളതോ? എല്ലാ ആൾക്കാർക്കും പ്രയോജനം, എല്ലാ ആൾക്കാർക്കും, കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ളവർക്കും, ക്യാൻസർകാർക്കും, ബിപിക്കും, ലിവർ എല്ലാത്തിനും സഹായിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ കുട്ടികൾക്കും ഇത് കഴിക്കുന്നുണ്ട്. റാഗി ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമല്ലോ, അതുപോലെ തന്നെ എല്ലാം കൊടുക്കാൻ പറ്റും അല്ലേ? ഈ മില്ലറ്റ്സ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്? കാരണം ഞങ്ങളുടെ അവിടെയൊക്കെ കിട്ടുന്നത് പോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റ്സ് ആണ്. അൺപോളിഷ്ഡ് ആയിട്ടുള്ള ഹൾഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏത് തരം മില്ലറ്റ്സ് ആണ് ഉപയോഗിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്? മില്ലറ്റുകളിലെ അൺപോളിഷ്ഡ് മില്ലറ്റുകളാണ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് പോളിഷ്ഡ് മില്ലറ്റുകളുണ്ടെങ്കിലും അത് അപ്പം വെള്ള നിറത്തിലുള്ളതായിരിക്കും. ഇത് പുറത്തെ തവിട് കളഞ്ഞുള്ളതാണ് പോളിഷ്ഡ്. അപ്പോൾ അൺപോളിഷ്ഡ് ആയിട്ടുള്ള പുറത്തെ ഫൈബറോടുള്ള മില്ലറ്റ്സുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതിനിയും കുതിരാൻ നമ്മൾ കുറച്ചു നേരം വെക്കണ്ടേ? അതിനെ കുറിച്ച് നമുക്ക് ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർന്നെങ്കിൽ മാത്രമേ ഈ ഫൈബറൂടെ ഡൈജസ്റ്റ് ആകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വയറ്റില് ഡൈജഷന് പ്രശ്നം ഉണ്ടാകുകയും അത് ചില കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് 6 to 8 hours കുതിർക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. കുതിർക്കണം. ഓക്കെ. അപ്പൊ ചിലർ പറയും 2 മണിക്കൂർ കുതിർത്താൽ മതി. ഒരിക്കലും അല്ലേ, 6 to 8 hours അപ്പൊ ഒരു വെള്ളത്തിൽ കഴുകിയാൽ മതിയോ? 1-2 പ്രാവശ്യം? ഇത് വാഷ് ചെയ്യുമ്പോൾ പ്രാവശ്യം മാത്രമേ കഴുകാവൂ. പിന്നീട് കഴുകുമ്പോൾ ഇതിന്റെ ഫൈബർ, പുറത്തുള്ള ഫൈബറാണ് കഴുകുകയാണെങ്കിൽ വെള്ളത്തിന്റെ കളർ മാറുന്നത്, അതൊരു ചെളിയല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. ഇത് ഒറ്റ പ്രാവശ്യം കഴുകി ആ വെള്ളം കളയുക. പിന്നീട് വീണ്ടും കഴുകുന്ന വെള്ളം അത് കുക്ക് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കണം. അതിന്റെ റേഷ്യോ എങ്ങനെയാണ്? ഇപ്പൊ 1 കപ്പ് മില്ലറ്റ് എടുക്കുകയാണെങ്കിൽ അത് കുക്കിങ്ങിന് വേണ്ടി ഏകദേശം ഒരു കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 10 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. അതിൽ 4-5 കപ്പ് വെള്ളം പിന്നെ ഇത് കുതുക്കാനായിട്ട് വെക്കുക. അതിനുശേഷം ഒരു കലത്തിൽ വെള്ളം ചൂടായതിനു ശേഷം ഈ വെള്ളവും അരിയും കൂടെ അതിൻ്റെ അകത്ത് ഇടുക, അതിൻ്റെ അകത്തിട്ട് വേവിക്കുക. പിന്നെ എൻ്റെ വ്യൂവേഴ്സ് ചോദിച്ചൊരു ചോദ്യമാണ്, മൺകലം യൂസ് ചെയ്യണോ അതോ സ്റ്റീൽ പാത്രത്തിലോ? എങ്ങനെയാണ് ഇത് വെക്കേണ്ടത്? ഏറ്റവും രുചികരമായി ചെയ്യുന്നതിനും പോഷകമൂല്യമായിട്ട് ചെയ്യുന്നതിനും മൺകലത്തിൽ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഈ ബാക്ടീരിയ റിസീവ് ചെയ്ത് ഈ പോറസിൽ കൂടെ മൺകലത്തിന്റെ ചട്ടിയിൽ കൂടെ ഈ ബാക്ടീരിയ റിസീവ് ചെയ്തിട്ട് അതിനെ ഫെർമെന്റ് ചെയ്ത് വിറ്റാമിൻ B12 നമുക്ക് ലഭിക്കാനായിട്ട് ഏറ്റവും നല്ലത് മൺകലത്തിൽ ചെയ്യുന്നതാണ്. ഇത് നിവൃത്തിയില്ലാത്തവർക്ക്, ഇപ്പൊ ഇല്ലാത്തവർക്ക് അത് സ്റ്റീൽ പാത്രത്തിൽ ചെയ്യുക. എന്നിട്ട് ഒരു അടയ്ക്കുമ്പോൾ അതൊരു തോർത്ത് പോലുള്ള എയർ സർക്കുലേഷൻ കൂടുതലുള്ള ഒരു തുണി വെച്ച് കവർ ചെയ്ത്
ഉപയോഗിക്കാം. അപ്പൊ ഈ പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതേ ഫെർമെന്റേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചൂട് സമയത്ത്, ചൂട് ഉള്ള സമയത്താണ് ഒരു 4 മണിക്കൂർ കൊണ്ട് ഫെർമെന്റ് ആവും. എല്ലാ സമയത്ത് തണുപ്പ് കാലത്താണ് ഒരു 16 മണിക്കൂർ ചിലപ്പോൾ എടുത്തുന്നിരിക്കും. ഓരോ രാജ്യത്തെ കാലാവസ്ഥ അനുസരിച്ച് അതിന്റെ സമയം വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ. അപ്പം ഇത് ഏറ്റവും നല്ലതായിട്ട് പഴങ്കഞ്ഞി കുടിക്കുന്നതാണോ ഈ മില്ലറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട്? പോറിഡ്ജ്, അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പഴങ്കഞ്ഞി, അമ്പിളി, സൗത്ത് ഇന്ത്യയിൽ അമ്പിളി എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിലാണ് ഏറ്റവും ഹൈ ആയിട്ടുള്ള പോഷകമൂല്യമുള്ളതും അസുഖങ്ങൾ റിവേഴ്സ് ആകുന്നതിനും വിറ്റാമിൻ B12 നല്ലൊരു സോഴ്സുമാണിത്. നമ്മുടെ കൊറോണയ്ക്ക് ഏറ്റവും പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ D3, B12, വിറ്റാമിൻ C ഇതിന്റെ കുറവ് കൊണ്ടാണ് ഈ കൊറോണ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ടായത്. ഇത് B12 ഒരു കലവറയാണ്. പിന്നെ നമ്മുടെ വയറ്റിലെ ഡൈജഷൻ സമയത്ത് തന്നെ ബാക്ടീരിയ B12 ഉണ്ടാക്കി നമുക്ക് ആവശ്യത്തിന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ടും പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മറ്റ് ആഹാരങ്ങൾ കഴിക്കാൻ പറ്റുന്നു, അങ്ങനെ ഒരു ഹെൽത്തി പേഴ്സണ് പറ്റുമോ? മറ്റാഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ അരിയാഹാരങ്ങളും മറ്റും കാര്യം കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രയോജനങ്ങൾ കുറഞ്ഞു പോകും. പക്ഷേ ലിമിറ്റഡ് ആയിട്ട് ആരോഗ്യമുള്ള ഒരാളിനെ ലിമിറ്റഡ് ആയിട്ട് ന്യൂട്രൽ മില്ലറ്റ്സുകളും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു അസുഖം റിവേഴ്സ് ആകുന്നതിന് വേണ്ടിയുള്ള ഒരാൾ തീർച്ചയായിട്ടും മില്ലറ്റ് തന്നെ എല്ലാത്തിനും ഉപയോഗിക്കണം. പിന്നെ ഇതിൽ അമ്പിളി എന്നുള്ള സംഗതി ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കഴിക്കണം. ഒരു പ്രധാനമായ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമുള്ളവർ അത് തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം. നമ്മുടെ വിറ്റാമിൻ B12 ഏത് സമയത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്? 3 ദിവസം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ 2 നേരം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരേ മില്ലറ്റിൽ തന്നെയല്ല കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ ഉള്ള രോഗമുള്ളവർക്കാണെങ്കിൽ 2 ദിവസം തുടർച്ചയായിട്ട് ഒരേ മില്ലറ്റ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് വേറൊരു മില്ലറ്റ്, അങ്ങനെ റൊട്ടേഷനിൽ ഈ 5 മില്ലറ്റ് റൊട്ടേഷനിലായിട്ട് ഉപയോഗിക്കണം. എന്നോട് ഒരാൾ എഴുതി ചോദിച്ചായിരുന്നു എല്ലാ മില്ലറ്റും കൂടെ ഒന്നിച്ച് ഒരിക്കലും പാടില്ല. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന വെള്ളം സ്ട്രക്ചേർഡ് വാട്ടർ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഒരു കോപ്പർ വെസലിൽ വെച്ചിരിക്കുന്ന വെള്ളം അത് സ്ട്രക്ചേർഡ് ആയിരിക്കും. അതായത് അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയയെ കൊല്ലാനുള്ള കപ്പാസിറ്റി ഈ ചെമ്പ് പാത്രത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കാനും ഈ കുക്കിങ്ങിനുമായിട്ട് ഉപയോഗിക്കേണ്ടത്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെസലിലാണെങ്കിൽ വെള്ളം ഒരു കോപ്പർ പ്ലേറ്റ് ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ടാൽ 6 മണിക്കൂർ കൊണ്ട് അത് സ്ട്രക്ചേർഡ് വാട്ടർ ആകും. കൂടുതൽ സ്ട്രക്ചേർഡ് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ പഴങ്കഞ്ഞി ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, പോറിഡ്ജ്, അതെ. അപ്പൊ അതില് സോൾട്ട് ഇട്ട് ആദ്യം വെക്കണോ അതോ ഉപ്പ് ലാസ്റ്റ് ചേർത്താൽ മതിയോ? ഉപ്പ് ആദ്യം ഒരിക്കലും ചേർക്കാൻ പാടില്ല. ഈ ഫെർമെന്റേഷൻ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഇതിന്റെ അകത്ത് തന്നെ വേറെ പച്ചക്കറികളും സാമ്പാർ, രസം, മോരുകറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർക്കുക. പിക്കിള് തീർച്ചയായിട്ടും ചേർക്കണം. തൈര് കുറച്ച് ചേർക്കാം. ഇങ്ങനെയൊക്കെ ചേർത്ത് നല്ല സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് ഈ കഞ്ഞി എന്ന് പറയുന്നത്. അപ്പൊ ഏത് കൂട്ടാന്റെ കൂടെ ഈ കഞ്ഞി, പക്ഷെ നോൺ വെജ് ഐറ്റംസ് അല്ല, വെജിറ്റേറിയൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ? ബാക്കി ഏത് വെജിറ്റബിൾസും എൻ്റെ കൂടെ ഉപയോഗിക്കാം. അതിനൊന്നും ഒരു കൺട്രോളും ഇല്ല. ഓയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ, നല്ലെണ്ണ, നൈജർ സീഡ് ഓയിൽ, പിന്നെ കടുകെണ്ണ. ഈ എണ്ണ ഇതുപോലുള്ള എണ്ണകൾ മാത്രമേ, അതായത് ഡയറക്റ്റ് തടിച്ചക്കിൽ ആട്ടിയെടുക്കുന്ന എണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയാണെങ്കിലും തടിച്ചക്കിൽ ആട്ടിയത് ഇപ്പോൾ അവൈലബിൾ ആണ്, പലയിടത്തും അവൈലബിൾ ആണ്. ചക്കിലാട്ടിയ എണ്ണ എന്ന് പറയുന്നത് അതല്ല, തടിച്ചക്കിലാട്ടിയ എണ്ണ പ്രത്യേകമാണ്. അതാണ് ചൂടാകാത്തതും ഏറ്റവും ടേസ്റ്റ്, ആരോഗ്യത്തിന് നല്ലതും. ആ എണ്ണകളാണ് ഉപയോഗിക്കാൻ നിൽക്കുക. മസാലകൾ, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇന്ന് നമുക്ക് പപ്പായൊക്കെ ഉണ്ടാക്കുന്ന പോറിഡ്ജ്, പഴങ്കഞ്ഞി എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ എനിക്കും എന്നെ കൂടെ പഠിപ്പിച്ചു തരണം, ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഉണ്ടാക്കിയത് വ്യൂവേഴ്സിനെ കാണിക്കാം. കണ്ടെങ്കിൽ മാത്രമേ അത് ശരിയായിട്ട് പ്രോസസ്സ് കാണാൻ പറ്റൂ. അപ്പൊ അത് നമുക്ക് കാണാം. ഷുവർ. ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ലിറ്റിൽ മില്ലറ്റ് അഥവാ മലയാളത്തിൽ ചാമ എന്ന് പറയും. ഇന്ന് ചാമേരി വെച്ചൊരു കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് തന്നെ ഒരു 10-12 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ അത് ഫെർമെൻ്റ് ആകും. അപ്പോൾ ചാമയരി കഞ്ഞി അത് പഴങ്കഞ്ഞിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റും ഹെൽത്ത് ബെനിഫിറ്റും ഉള്ളത്. നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചാമയരി 1 കപ്പ് എടുത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് കഴുകി, ഒരു പ്രാവശ്യം കഴുകിയിട്ട് ഇത് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്തതാണ്. അപ്പോൾ 1 കപ്പ് അരിക്ക് 10 കപ്പ്
വെള്ളമാണ് ഈ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയത്. അപ്പോൾ ഓൾറെഡി ഇവിടെ 4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി 6 കപ്പ് ഒരു മൺകലത്തിലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. മൺകലം ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചുകൊണ്ടിരിക്കുന്നു. അത് തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ സോക്ക് ചെയ്ത ഈ അരി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ചാമേരി ഇട്ട് കൊടുക്കുകയാണ്. ഇത് എത്ര മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം? 15-20 മിനിറ്റ് എടുക്കും വെന്ത് വരാനായിട്ട്. ഉപ്പൊന്നും ഇവിടെ ഉണ്ടാകും. ഉപ്പൊന്നും ഇടുന്നത് അവസാനം നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാൻ നേരം മാത്രം. വീണ്ടും തിളച്ചതിന് ശേഷം അടപ്പ് കൊണ്ട് ചെറുതായിട്ട് അടയ്ക്കുക. മൺകലത്തിൽ അരി ഇട്ട് വെച്ചിട്ട് അത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നതാണ്. ഒരു 15 to 20 മിനിറ്റ്സ് ആണ് ഇങ്ങനെ ഇരുന്ന് ചെറിയ തീയിൽ ഇത് വേകേണ്ടത്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റ് ആകുന്നു. അപ്പോൾ അത് തിളച്ച് ചെറിയ തീയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കാണുന്നത്. ഒരു 20 മിനിറ്റ് ആയപ്പോൾ കഞ്ഞി റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാം നല്ല സോക്കായിട്ട് നല്ലൊരു കഞ്ഞി രൂപത്തിൽ കൊഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഞ്ഞിയായിട്ട് വേണമെങ്കിൽ കുടിക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പഴങ്കഞ്ഞി ആക്കണമെങ്കിൽ അടുത്ത പ്രോസസ്സ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് എന്താണ്? ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു കോട്ടൺ തുണി എടുത്ത് ഇതിന്റെ ടോപ്പിൽ കെട്ടി വെക്കുക. ഇതുപോലെ കെട്ടി വെക്കുക. എയറേഷൻ നടക്കാൻ വേണ്ടി. എന്നിട്ട് സേഫായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് നാളെ രാവിലെ നോക്കിയാൽ മതി. നാളെ രാവിലെ വൈകിട്ട് ഉണ്ടാക്കി വെച്ചാൽ നാളെ രാവിലെ ഉപയോഗിക്കാം അല്ലേ? അപ്പൊ ഇതുപോലെ ഇങ്ങനെ കെട്ടി വെക്കുക. ഹലോ ഗൈസ്, ഇതിപ്പോൾ നമ്മൾ ഓവർനൈറ്റ് പഴങ്കഞ്ഞി ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പം നേരം വെളുത്തു. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതെന്തോ ആയെന്നുള്ളതേ. നമുക്കൊന്ന് നോക്കാം ഇതെന്തോ ആയെന്ന്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുഴമ്പ് രൂപത്തിൽ ഇങ്ങനെ വന്നേക്കുക. ഇതൊന്ന് ഇളക്കിയിട്ട് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് തൈരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കൂട്ടാനും കൂട്ടി കഞ്ഞി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ഏറ്റവും ഗുണമുള്ള വീട്ടിലൊക്കെ ഒരുപാട് വൈറ്റമിൻസ് കൂടുതലാണ് ഈ ഫെർമെൻറ്റ് ചെയ്ത ഈ കഞ്ഞി കുടിച്ചാൽ. അപ്പോൾ ഇത് രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിച്ചിട്ട് എനിക്ക് കമൻസിൽ അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കണം. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.